ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. എനിക്ക് 22 വയസ്സാവുകയാണ്. എൻ്റെ ഫ്രണ്ട്സ് ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എല്ലാവരും കൂടി കേക്കൊക്കെ മുറിച്ച്, അതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. എനിക്ക് വേണ്ടി എഫേർട്ടൊക്കെ ചെയ്ത് രാത്രിയൊക്കെ അവർ ഉറക്കമുളച്ച് ഇതൊക്കെ എനിക്ക് വേണ്ടി ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് തന്നപ്പോൾ അവർക്കൊരു താങ്ക്സ് പറയേണ്ടത് ഉറപ്പായിട്ടും ഉണ്ട്. ഇതെനിക്ക് എൻ്റെ ലൈഫിൽ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ തന്നൊരു ഗിഫ്റ്റാണ്. ബാക്കി എല്ലാം അതെ. ഇതായിരുന്നു അവർ വാങ്ങിച്ച കേക്ക്. എന്നെ എണീപ്പിച്ച് കണ്ണൊക്കെ കെട്ടിയാണ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയത്, എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് മൈസൂർ പോകണമായിരുന്നു. ചെന്നിറങ്ങിയ സമയം തന്നെ ഇതാണ് എൻ്റെ കണ്ണിപ്പെട്ടത്. പിന്നെ ഞാനൊരു റെയിൽവേ മ്യൂസിയം പോയി. ഫസ്റ്റ് ടൈമാണ് പോയത്. ഒറ്റയ്ക്ക് പോകുന്നതിൽ എന്ത് രസമാണെന്ന് ചോദിച്ചവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഒറ്റയ്ക്ക് വരുന്നതാണെങ്കിൽ നിങ്ങൾ പോയി നോക്ക്. മാതാവിനെ കാണാതെ പിന്നെ എന്ത്. ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ കത്തീഡ്രലാണ്. അവിടെ ഞാൻ പോയി. പള്ളിയുടെ ഉള്ളിൽ ഒരു വീഡിയോ എടുത്തിട്ടില്ല, കാരണം എനിക്കത് കുറച്ച് റിലീജിയസ് ആയിട്ട് തോന്നിയത് കൊണ്ട്. ഇതൊക്കെയായിരുന്നു അവിടെ കാണാനുള്ളത്. ഒരു തവണയെങ്കിലും നിങ്ങൾ കണ്ടിരിക്കേണ്ട സമയമാണ്. അപ്പോൾ ഇനി നമുക്ക് ഞം കഴിക്കാൻ പോവാം. ആസ് എ ബർത്ത്ഡേ നമ്മൾ എന്തായാലും നന്നായിട്ട് കഴിക്കണം. ഇനി നമുക്ക് എസ്കലേറ്ററിൻ്റെ മണ്ടേ കയറി കുറച്ച് ഷോ ഒക്കെ കാണിക്കാം. കണ്ടോ, നല്ല രസമുണ്ട് കാണാനല്ലേ. ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ആസ് യൂഷ്വൽ എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ കയറുന്ന സ്ഥലവും ഓർഡർ ചെയ്യുന്നതും സെയിം സാധനം തന്നെയാണ്. ബട്ടർ ചിക്കൻ, ഗീ റൈസ് ആൻഡ് സാലഡ്. സോ ഇതിൻ്റെ റേറ്റ് വൈസ് നോക്കുമ്പോൾ 156-ന് ഇത് വർത്താണ്. ഇത് എനിക്ക് നല്ല ടേസ്റ്റായിട്ടും തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ്. കണ്ടോ, എല്ലാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ടേസ്റ്റ് വൈസും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇനി അടുത്ത സൂക്കേടിന് സൂപ്പർ ബൗൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. ഇത് 135 റുപ്പീസിനുള്ളൊരു ബൗളായിരുന്നു. ചില്ലി ചിക്കനും നൂഡിൽസും പ്ലസ് പെപ്സിയും ഉണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് വൈസ് പറയുമ്പോൾ എനിക്ക് അത്ര വലിയ ഇതായിട്ടും തോന്നിയില്ല. ഇനി ഇങ്ങനെ കഴിച്ച് നോക്കാം. കണ്ടോ, കൊള്ളായിരുന്നു. ഇനി അടുത്തത് വേറെ രീതിയിൽ കഴിച്ചു നോക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കായല്ലോ എന്ന് എനിക്ക് തോന്നിയ സമയത്ത് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ ആളെ വിളിച്ചു കൂട്ടി. ഇനി നമുക്ക് വെറുതെ ഒരു കാര്യമില്ല, ചുമ്മാ ഇവിടേക്കൊന്ന് കയറി കറങ്ങി നിരങ്ങി വരാം. അങ്ങനെ തിരിച്ച് റാപ്പിഡോ ബുക്ക് ചെയ്ത് ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് പോയി. അതിനിപ്പുറം മൈസൂർ പാലസും കാണിച്ചേക്കാന്ന് ഓർത്തു. തിരിച്ച് ഞാൻ എൻ്റെ സ്വർഗത്തിലേക്ക് എത്തിയത് ഒരു വീഡിയോയിൽ ഒതുക്കി ഇന്നത്തെ എൻ്റെ ദിവസം ഇവിടെ തീർന്നു.